ഈ പീസൊക്കെ അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും. താഴോട്ടേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുത്തനെ ഇറക്കാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട് താഴെ, ഇതാണ്ടോ. ഒരു സ്ഥലത്തും സ്റ്റോപ്പില്ലാതെ എല്ലാ വീടുകളും തകർത്ത് അങ്ങോട്ട് പോകും താഴോട്ട്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 16-ാം വാർഡിൽ ആൾതാമസമുള്ള ഒരു പ്രദേശത്ത് ശരിക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പാറ, അതാണ് ഈ കാണുന്നത്. ഇതിന്റെ താഴോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇതിങ്ങനെയൊന്നല്ല പണ്ട് കാലങ്ങളിൽ ഉണ്ടായതാണ്ടോ, ജോയിന്റ് ആണ്. ഒരു പീസ് വിട്ടു കഴിഞ്ഞാൽ ഈ വലിയ പാറ ഒന്നായിട്ട് ഇങ്ങോട്ട് താഴോട്ടേക്ക് വരും. അപ്പോൾ ഇതൊക്കെ നമ്മളെ അയൽവാസികളും അതേപോലെ തന്നെ ഇവിടെയുള്ള വീട് താഴോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട്. ശരിക്ക് എന്താ പറയുക, അതാണ്ടോ ഈ വീട് കിടക്കുന്ന പാറയൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് വീണതാണ്, അടർന്നു വീണതാണ്. ഇതേപോലെ വീണ് പോവുകയാണെങ്കിൽ ഇത്രയും വലിയൊരു പാറ, താഴോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ കാണുന്ന ചെറുപ്പം മുതലേ കാണുന്ന പാറയാണിത്. ഇതിലെന്തെങ്കിലും മാറ്റം വന്നു എൻ്റെ കാഴ്ചയിൽ? ഇതിപ്പോ ഇതിന്റെ അടിഭാഗം ഫുള്ള് മണ്ണ് പോയി. ഓരോ മഴക്കാലം കഴിയുമ്പോഴും അടിയിൽ നിന്ന് ഫുള്ള് മണ്ണ് പോയിട്ട് പോകും. ഏകദേശം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഏത് സമയം ഒരു ചെറിയൊരു ഇപ്പൊ അടുത്ത ഭൂമികൾക്ക് എന്തോ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതേമാതിരി ചെറിയൊരു അനക്കം വന്നാല് ഇത് ചിലപ്പോ താഴേക്ക് കൊണ്ടുപോകും. ഇത്ര ഒരുപാട് വീടുകളുണ്ട് കേട്ടോ താഴെ. ശരിക്കും ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ്. ഇത് പൊട്ടിക്കാനൊരു മാർഗ്ഗമല്ല, കാരണം ഇതിന്റെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ശരിക്കും എന്താ പറയുക, ഇതിന്റെ ചോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇതൊക്കെ പീസായിട്ടാണ് കാണുന്നത്, കണ്ടോ. ഇതൊക്കെ ജോയിന്റ് ആണ്, കണ്ടോ. ഈ ഒരു പീസ് വന്നു കഴിഞ്ഞാൽ ഈ പാറ ഒന്നായിട്ട് ഇങ്ങോട്ട് വരും. അതേപോലെയാണ് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇത്രക്ക് പേടി ഉണ്ടായിട്ടുണ്ട് ഇതിൽ നടക്കുമ്പോ. ഉണ്ടാവും ഒന്നും കൂടെ ആയില്ലേ. ശരിക്കും ഓരോ വർഷം കഴിയുന്നതോറും ഇതിന്റെ ഗ്യാപ്പ് കൂടുന്നുണ്ട്. അടിയിലുള്ള മണ്ണൊക്കെ പോകുന്നതിനനുസരിച്ച് ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ചെറിയ അനക്കം പറ്റി കഴിഞ്ഞാൽ ഇതൊരു പീസായി കിടക്കുകയാണ്. ഇതുമുട്ട് ഇളകി കഴിഞ്ഞാൽ പീസ് മുട്ട് ഇളകി കഴിഞ്ഞാൽ മൊത്തം ഇങ്ങോട്ട് പോരും. ഈ പാറയും അവിടുന്ന് ഇങ്ങോട്ടുള്ള മൊത്തം ഇങ്ങോട്ട് പോരും. അത് 100% ഉറപ്പാണ്. വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം. വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുത്തുമലൊക്കെ 400 വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര ഇല്ലെങ്കിലും കണ്ടമാനം വീട് താഴോട്ടുണ്ട്. ഒരു പള്ളിയുണ്ട്, അങ്ങനെ എല്ലാതും ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പൊ ആ ഭാഗം മൊത്തം തരിപ്പണായി പോകും. ആ രീതിയായിരിക്കും. കുത്തനെ ഇറക്കാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഒരുപാട് വീടുകളുണ്ട്. ശരിക്കും പേടിപ്പെടുന്ന കാഴ്ചയാണ് ഇതിന്റെ ചോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതാണ്ടോ, ഇതൊക്കെ ജോയിന്റ് ആണ്. ഇതാണ് പീസാണ്. ഒരു പീസ് അടിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ പാറ മുഴുവനായിട്ട് ഇങ്ങോട്ട് വരും. ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ ആയിട്ട് എല്ലാവരും മുനിസിപ്പാലിറ്റി ആയിട്ടും വില്ലേജ് ആയിട്ടും കളക്ടറേറ്റ് ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അന്നൊന്നും എന്താ പറയുക, അവിടുന്ന് ആള് വരും നോക്കി നമുക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു പോകും. ഇതുവരെ ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും ഇത് ചെയ്യും എന്ന് പറയുന്നല്ലാതെ ആരും ഇതൊന്നും ഇതിനെ പറ്റിയിട്ട് ഒന്നും ഒരു തീരുമാനം ഉണ്ടായി തന്നില്ല. ഇനി കുറെ ഇവിടുന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കും ചെയ്തു തരുമായിരിക്കും വിചാരിക്കും. അതാണ് വലിയൊരു അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് പാറ എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതിന്റെ എന്താ പറയാ ഭീകരത എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല. അത്രക്ക് വലിയ പാറയാണ്. ഇവിടുന്ന് താഴോട്ടേക്ക് ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതങ്ങനെ നേരെ താഴോട്ട് എത്ര വീടുണ്ടോ അത്രയും വീടിന് ഭീഷണിയാണ് ഈ പാറ. ഓരോ പീസ് അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഒക്കെ ജോയിന്റ് ആണ്, ചെറിയ ചെറിയ പീസുകളാണ്. ഈ ഒരു പീസ് അടിയിൽ നിന്ന് ഇളകി കഴിഞ്ഞാൽ ഈ പാറ ഒന്നായിട്ട് ഇങ്ങോട്ട് വരും. അത്ര വലിയ പാറയാണ്. ഇതാണ്ടോ, ഇതേപോലത്തെ പീസുകളാണ് ഇതിന്റെ അടിയിലുള്ളത്. കണ്ടോ, ഇതാണ്ടോ, ഈ ഒരു പീസ് അങ്ങ് പോന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ പാറ ഇളകും. ഈ പാറ വന്നു കഴിഞ്ഞാൽ അപ്പുറമുള്ളത് ഇതേപോലെ തന്നെ അങ്ങോട്ട് പോരും. വന്നു കഴിഞ്ഞാൽ വലിയ എന്താ പറയാ വലിയൊരു അപകടം. നമുക്ക് പിന്നെ എന്താ പറയാ സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ചിന്തിക്കാൻ പറ്റാത്ത ഒരു അപകടം ഇവിടെ സംഭവിക്കുക. അതാണ്. അപ്പോ അതിന്റെ മുമ്പ് ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം. കാരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പോ ഇവിടെയുള്ള ഇതിന്റെ അധികാരികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ ഓർമ്മപ്പെടുത്തിയാണ് ഇതിന്റെ മുമ്പ്. ഒക്കെ അതാണ്ടോ പീസാണ്, ജോയിന്റ് ആണ്. അതാണ്ടോ ഈ ഒരു പീസ്, അതേപോലത്തെ ഈ ഒരു പീസൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ പാറ അങ്ങ് പോരും. ചെറിയ രീതിയിൽ ഒരു ഭൂമി കുലുക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പാറേന്റെ അടിഭാഗം പോന്നു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്ക് വലിയൊരു ദുരന്തം ഉണ്ടാവും. ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ ഭീഷണിയാണ്. ഇതൊക്കെ ഒരു പീസാണ്. ഈ ഒരു പീസ് അങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ പാറ നിൽക്കുന്നത്, ഇത്രയും വലിയൊരു പാറ നിൽക്കുന്നത് കണ്ടോ ഈ ഒരു പീസിന്റെ മുകളിലാണ്. ഈ പീസൊക്കെ അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും. താഴോട്ടേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുത്തനെ ഇറക്കാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട് താഴെ. കണ്ടോ, ഒരു സ്ഥലത്തും സ്റ്റോപ്പില്ലാതെ എല്ലാ വീടുകളും തകർത്ത് അങ്ങോട്ട് പോകും താഴോട്ട്. അതാണ് അവസ്ഥ.